ഈ സമൂഹം പറയുന്നത് പല രീതിയിലാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒരു പീഡകന്റെയും ഒരു ഭീഷണിക്ക് മുന്നിൽ തോൽക്കാതെ ഇവിടെ തന്നെ ഉണ്ടാകും. എവിടെ തന്നെ ഉണ്ടാകും? ദുബായില. എം.എ. ഷഹനാസ്, എൻ്റെ പ്രിയപ്പെട്ട താത്തുവേ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? എവിടെയായിരുന്നു ഇത്രയും ദിവസം? താത്തുവായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ, ഒരു സുഖം. അയ്യോ, എത്ര ദിവസമായിട്ട് ഞാനത് മിസ് ചെയ്യുമായിരുന്നെന്ന് അറിയാവോ എൻ്റെ താത്തു? എന്താ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിടാൻ ഇത്രയും താമസിച്ചത്? അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? ഇന്നലെ ഒരു വാർത്ത, നമ്മുടെ താത്തുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പില് വാറന്റ്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. താത്തുവിന് പിന്നെ പണ്ടേ കേരളത്തിലെ പുച്ഛവ കോടതിയൊക്കെ. ഇവിടുത്തെ നിയമം, ഇവിടുത്തെ കോടതി, അയ്യേ, ഇവിടുത്തെ നിയമവും കോടതിയൊക്കെ പുരുഷന്മാരുടെ കൂടെയാ. സ്ത്രീകൾക്ക് ഒരു വിലയും തരുന്നില്ല എന്നാണ് താത്തുവിൻ്റെ ഒരു വെപ്പ്. ഏത് മനസ്സിലായ? താത്തുവിൻ്റെ ഒരു വെപ്പ്. താത്തു മറ്റേ കോഴിക്കോട് കടപ്പുറത്തിരുന്ന് കുമള വിട്ട് കളിക്കുന്നതും ഇതൊക്കെ പ്രശ്നമായി. ഈ കുമള വിട്ട കളിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, താത്തുവിൻ്റെ പേര് വാറന്റ് ഉണ്ടായിരുന്നു. താത്തുവിന് കോടതി ചെല്ലണമായിരുന്നു. താത്തുവിന് പക്ഷെ പുച്ഛവ. അയ്യേ, മോശം. ഞാൻ ചെല്ലത്തൊന്നുമില്ല. ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് എന്തും കാണിക്കാം. ഞാൻ പ്രസ്സുകാരെയൊക്കെ വിളിച്ചിരുന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉണ്ടല്ലോ അങ്ങോട്ട് അവരാധിക്കും. എന്നിട്ട് ഞാനൊരു ചിങ്കിണിയായി അങ്ങോട്ട് മാറും. ഇതാണ് നമ്മുടെ താത്തുവിൻ്റെ മൂഡ്. താത്തു ദുബായിലിരുന്നത് കാണുന്നുണ്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നാട്ടിലോട്ട് വാ. എന്നിട്ട് വീണ്ടും മീഡിയക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു കഥയും കൂടെ അങ്ങോട്ട് പറ. മനസ്സിലായില്ലേ? ഒരു കഥയും കൂടെ പറയണം താത്തു. താത്തുവിനെതിരെ വരുന്ന ഇത്രയും ആരോപണങ്ങളുണ്ടല്ലോ, ഇതിനൊന്നും ഒരക്ഷരം പോലും മിണ്ടാതെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി കളിക്കുമല്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഞാൻ പാതിരാത്രിയിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ രാവിലെ ആയിരിക്കും കാണുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നതിനും കൃത്യം 1 മണിക്കൂർ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട താത്തു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വായിച്ചു തരാം. എന്നിട്ട് താത്തുവിനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ താത്തു എഴുതിയിട്ടിരിക്കുന്ന ഈ പോസ്റ്റാണ് കാണേണ്ടത്. ഗംഭീര പോസ്റ്റ്. പക്ഷെ ഈ പോസ്റ്റിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. യാതൊരു ഉളുപ്പും ഇല്ല, ഒരു ഉളുപ്പും. എവിടെയോ പോയി ഒളിച്ചിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നക്കാരൻ. അയ്യോ, ഇപ്പോഴും എഴുതുന്ന പോസ്റ്റിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പീഡനക്കാർ കേച്ചു കൊടുത്താലും പീഡനക്കാരെന്ത് പറഞ്ഞാലും എനിക്ക് ഈ മൂടാന്ന്. ചേച്ചി, പീഡനക്കാരെയൊക്കെ വിട്. ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങക്കെതിരെ ഇവിടെ വരുന്നുണ്ട്. ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? മിണ്ടത്തില്ല. എന്തുകൊണ്ടാ മിണ്ടാത്തേ? കൊമള വിട്ട് കളിക്കണം, സമയമില്ല മിണ്ടാൻ. പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പം അപ്പം വിട്ട് ദുബായിക്ക്. ഇനിയും തിരിച്ചു വരത്തില്ല അടുത്തെങ്ങും. കോടതിയെ വരെ പുച്ഛം. നിങ്ങൾ പറയുന്നത് ഇനി ഏതെങ്കിലും ഒരാൾ ശ്രദ്ധിക്കുമോ? നിങ്ങളുടെ വാക്കിന് എന്തെങ്കിലും ഒരു വില ആരെങ്കിലും കൊടുക്കുവോ? എം.എ. ചകനാച്ചേ, എന്താണെങ്കിലും ചകനാച്ച് എഴുതിയിട്ടിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധയോടെ കേട്ടോ പ്രിയപ്പെട്ടവരെ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. എന്താണെങ്കിലും അഭിപ്രായങ്ങൾ പറയണേ. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ നിങ്ങൾ അഭിപ്രായം എഴുതിയിടാൻ പോകുന്ന നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പറ്റിയാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്കിതാ ഇതങ്ങോട്ട് കേക്ക്. ഞാൻ വായിച്ചു തരാം. എം.എ. ഷഹനാസ് കേരളീയ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയും രണ്ടാമത്തെ രക്തസാക്ഷിയും കണക്കാക്കപ്പെടുന്നതും സ്ത്രീകളാണ്. ഇന്നും സ്ത്രീകൾ ചിത്രപ്പണികൾ ചെയ്ത മാംസകൂനങ്ങൾ ആണെന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട്. മുലയ്ക്ക് നികുതി പിരിക്കും എന്ന് പറഞ്ഞ ഒരു കെട്ട കാലത്തിനു എതിരെയാണ് ചേർത്തലയിൽ നങ്ങേലി മുല മുറിച്ച് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ പിടഞ്ഞു വീണു കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായത്. അതുപോലെ തന്നെ ശകുന്തളാദേവി മാറുമറയ്ക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ പ്രതികരിച്ച സവർണരോട് ഏറ്റുമുട്ടി ശകുന്തളാദേവി രക്തസാക്ഷിയായത്. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആർത്തവ രക്തത്തിൽ ആണെന്ന് ജൂലിയ എന്ന ഫെമിനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ലോകം വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ സ്ത്രീകൾ ജീവനോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ ഇന്നുമുണ്ട്. ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്ന് അറിയാമല്ലോ അല്ലേ? ഇനി അതും സ്ത്രീയാണെന്ന് പറഞ്ഞു കളയുമോ?
പറഞ്ഞത് ചരിത്രം എന്ന് പറയുന്നത് അനാദിക എന്താണ് എവിടെ 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 ഒരു സെക്കൻഡ് ആണാദിക കാര്യത്തിൻ്റെ ആണാദികാരത്തിൻ്റെതാണ് ആണാദികാരത്തിൻ്റെതാണ്. ആ ആൺകൊയ്മ എല്ലാ മേഖലയിലും ഫണം വിടർത്തി ആടുന്ന പാമ്പിനെ പോലെ പുരുഷാധിപത്യം ഉണ്ട്. ഒരു പീഡകന്റെയും ഒരു ഭീഷണിക്ക് മുന്നിൽ തോൽക്കാതെ ഇവിടെ തന്നെ ഉണ്ടാകും. എവിടെ തന്നെ ഉണ്ടാകും? ദുഫായില. ഉറക്കെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് തന്നെ. സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരുത്തൻ്റെയും ഒരു ഭീഷണിക്കും വഴങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല. സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി ജീവന്റെ ശ്വാസം വരെ തന്നെ ഉണ്ടാകും. അവസാന ശ്വാസം വരെ തന്നെ ഉണ്ടാകും. ഗൈസ്, ഇവിടെ തന്നെ ഉണ്ട് എം.എ. ഷഹനാസ്. എം.എ. ഷഹനാസേ എവിടെയുണ്ടെന്നാ? അല്ല, ഒന്ന് പറഞ്ഞതാ, എവിടെയുണ്ടെന്നാ? നാട്ടിലല്ലല്ലോ അല്ലേ? നാട്ടിലല്ലല്ലോ, തുഫായിലല്ലേ? അവിടെ ഇരുന്നിട്ടല്ലേ വലിയ രീതിയിൽ എഴുതി വിടുന്നത് ഈ രാത്രിയിലൊക്കെ. അല്ലാതെ കേരളത്തിൽ ഇരുന്നിട്ടല്ലല്ലോ ഇവിടുത്തെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഇങ്ങി വാ. എന്താ ഇങ്ങി വരാത്തത്? എന്താ ഇവിടുന്ന് ഓടിപ്പോയത് അങ്ങോട്ടേക്ക്? പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഈ പറയുന്ന ഈ ഒരു എന്താണ് വാക്കുകൾക്കൊക്കെ ഒരു ഇച്ചിരി വില ഉണ്ടെങ്കിൽ ഇങ്ങി വാ, കോടതിയിലോട്ട് ചെല്ല്, ഫേസ് ചെയ്യുക കേസ്. നിങ്ങൾക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പുണ്ടല്ലോ, അറസ്റ്റ് വാറന്റ്, ഫേസ് ചെയ്യ്. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ഫേസ് ചെയ്യ്. എന്താ പറ്റാത്തത്? ഇവിടുന്ന് പോകുന്നതിന് മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് തീർക്കാൻ വേണ്ടി മീഡിയക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അങ്ങോട്ട് അപരാധിക്കാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. ഒരു തെളിവും കാണിക്കാതെ അയാൾക്കെതിരെ വന്നിരുന്ന് അങ്ങോട്ട് ഗർജിക്കുന്ന ചിങ്കിണിയായി മാറിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നത്? സ്ത്രീകളെ ഇല്ലാതാക്കുക, സ്ത്രീകൾക്ക് അങ്ങനെ, സ്ത്രീകളോട് ഇങ്ങനെ. സ്ത്രീയെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടലിന് സപ്പോർട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി, സ്ത്രീകൾക്ക് മനസ്സിലായി. ചില സ്ത്രീകൾ ബാക്കിയുള്ള സ്ത്രീകൾക്ക് മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകൾക്കാണ് മനസ്സിലായിരിക്കുന്നത്. മനസ്സിലായോ? പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ളവർ. അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വരാത്തത് ഒരു പരിധി കൂടുതൽ. പിന്നെ നിങ്ങൾ പറയുന്നത് എല്ലാം സത്യമാണെങ്കിൽ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന കേസ്, ജാമ്യമില്ലാ വകുപ്പ്, കുറച്ചായില്ലേ ആ കേസ്? എന്തെങ്കിലും അതിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഓടി അങ്ങോട്ടേക്ക് പോകും. നാണക്കേട് ചേച്ചി, നാണക്കേട്. നിങ്ങളാണോ ഇവിടുത്തെ നിയമത്തെ പറ്റിയും ഇവിടുത്തെ കോടതിയെ പറ്റിയും ഒക്കെ നിങ്ങൾ വിമർശിക്കുന്നത്? അതിനെന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാൻ എന്ത് റൈറ്റാണ് സ്ത്രീയെ? എൻ്റെ പ്രിയപ്പെട്ട താത്തുമോക്കുള്ളത്? ഇനി ഇവർക്കെതിരെ വന്നിരിക്കുന്ന കേസ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പ്രസാധകയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത CIക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്. അജി, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഇക്കാര്യത്തിൽ ഷഹനാസിന്റെയും CIയുടെയും ഒക്കെ വിശദീകരണം എന്താണ്? 2023 ഗോകുൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡിസംബർ 26, 2025 ഷഹനാസ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. ആലോചിക്കണം, 2025 ജാമ്യമില്ലാ വകുപ്പ്, മനസ്സിലായില്ലേ, വാറന്റ് ഇഷ്യൂ ചെയ്തതാണ്. ഇത്രയും നാളും ഈ സ്ത്രീയെ ഒന്ന് തൊടാൻ പോലീസ് എവിടെയായിരുന്നേ? എവിടെയായിരുന്നടേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കോടതിയിൽ നിന്ന് തന്നെ ഇപ്പൊ ചോദിച്ചു, എവിടെ ആളെവിടെ? 2025 തന്നതാണല്ലോ നിനക്കൊക്കെ അറസ്റ്റ് വാറന്റ്, എവിടെ? പോയി പിടിച്ചോണ്ട് വാ. എന്തേ ചെല്ലാത്തത്? ആരെ ഈ എം.എ. ഷഹനാസ്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ആരായിരിക്കും എൻ്റെ ഇത്താത്തുവിനെ തൊടാൻ പോലീസുകാർക്ക് പോലും പറ്റുന്നില്ല. ഈ അടുത്തുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തെ കോമള വിട്ടോണ്ട്, അപ്പൊ പോലും പിടിക്കാൻ പറ്റിയില്ലേ പോലീസുകാരെ? എന്താ പറ്റാഞ്ഞത്? ഇപ്പൊ തുഫായിലിരിക്കും, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എഴുത്തുകാരി എഴുതിക്കൊണ്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ. നാണം ഒരിച്ചിരി വേണം കേട്ടാ ചേച്ചി, കേട്ടാ താത്തു ഇത്തിരി നാണം വേണേ. നമുക്ക് ബാക്കി കേൾക്കാം.
2026 ഫെബ്രുവരി മാസം 5-ാം തീയതി, അതായത് ഈ മാസം 5-ാം തീയതി SHOയ്ക്ക് കോടതി മെമ്മോ നൽകുകയാണ്. അതായത് ബേപ്പൂർ SHOയ്ക്കാണ് കോടതി മെമ്മോ നൽകുന്നത്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് SIക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. 2025 ജൂൺ 25-ന് ബെയിലബിൾ, അതായത് 2025 ജൂൺ 28-ന് ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. അന്നും ഷഹനാസ് കോടതിയിൽ ഹാജരായിട്ടില്ല. പിന്നീടാണ് 2025 ഡിസംബർ മാസം 16-ാം തീയതി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസ് ഒരു കേസ് വന്നിട്ട് താത്തുവിന് കോടതിയുടെ പരിസരത്തോട്ട് ചെല്ലാൻ വയ്യ. ലാസ്റ്റ് അറസ്റ്റ് വാറന്റ് കൊടുത്തു, എന്നിട്ടും താത്തുവിനെ പിടിക്കാൻ വയ്യ. അവസാനം SHOയ്ക്ക് കോടതി ഒന്ന് ആലോചിച്ച് നോക്കണം. താത്തു കേൾക്കുന്നുണ്ടെങ്കിൽ, താത്തു മറ്റേ സ്ത്രീകൾക്ക് വേണ്ടി മറ്റേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്ന ആളല്ലേ. അങ്ങനെ ചെയ്യാൻ നടക്കുന്ന ഒരാൾ ഈ നാട്ടിലെ കോടതിയെ നിയമത്തിനെയൊക്കെ ഇച്ചിരി വില കൊടുക്കണ്ടായോ ചേച്ചി? ചേച്ചി എന്ത് വില എന്നിട്ട് കൊടുക്കുന്നത്? പുല്ലുവില. അതുകൊണ്ടാണ് ഒരു കേസ് വന്നിട്ട് അതിൻ്റെ പേരിൽ കോടതി ചെല്ലാനോ ഒന്നിനും വയ്യ. ഈ SHO എനിക്കറിയാൻ പാടില്ല പോലീസുകാരുടെ കാര്യം. ഇനി അവരെയൊക്കെ മടക്കി ഓടിച്ച് കൈ വെച്ചേക്കുവാണോ എന്ന് നമുക്കറിയാൻ പാടില്ലേ. അറിയാത്ത കാര്യം നമ്മൾ വെറുതെ പറഞ്ഞു വരത്തുന്നില്ല. പക്ഷെ ഒരു സംശയം, എന്താ ഇപ്പം എനിക്കോ നിങ്ങൾക്കോ വല്ലോ ആണ് ഇതുപോലുള്ള ഒരു ജാമ്യമില്ലാ വകുപ്പിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരു വാറണ്ട് വന്നിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകത്തില്ലായോ? അതല്ലാതെ നമുക്ക് കോഴിക്കോട് കടപ്പുറത്ത് കുമള വിട്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദുബായ് കൊച്ചി അല്ലെങ്കിൽ ദുബായ് കാലിക്കട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെക്കാട്ടിലും വലിയ എന്തോ ആളാണ് എൻ്റെ ഇത്താത്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാ ഇത്താത്തു? പോലീസുകാർക്ക് പോലും പേടിയാടേ. പാവം കോടതി, പോലീസുകാരെ പാവം കോടതി ചോദിച്ചില്ലേ ഒന്ന് പിടിച്ചോണ്ട് വരാമോ എന്ന്. ഇനിയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് കൊടുക്കാമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കഷ്ടം. ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാമേ. ുമായി ബന്ധപ്പെട്ട പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് അറസ്റ്റ് വാറന്റ് ഉള്ളത് എന്നുള്ളതാണ്. സമൻസ് ലഭിച്ചിട്ടും ഷഹനാസ് തുടർച്ചയായി കോടതിയിൽ ഹാജരായിരുന്നില്ല. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷഹനാസ് പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്, എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവമായിട്ട് ഷഹനാസ് പങ്കെടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം കോടതിയുടെയാണ് ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത ബേപ്പൂർ SHOയ്ക്കെതിരെ കോടതിയിൽ നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എഴുത്തുകാരനും സാഹിത്യകാരനുമായ VR സുധീഷും നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതാണ്. ഗൂഗിൾ BR സുധീഷേട്ടന് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നമ്മളുണ്ട് ഇവിടെ. ഈ വീഡിയോ കാണുന്ന ജനങ്ങൾ കാണും, ഉറപ്പാ. നിങ്ങൾ മുന്നോട്ട് പോകും. ഈ ഒരു കാര്യത്തിലെങ്കിലും, ഈ ഒരു കേസിലെങ്കിലും ഈ 2 ദിവസം കഴിയുമ്പം ഇല്ലാതായി പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സംഭവിക്കരുത് എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. കോഴിക്കോട് SHO ഒന്ന് ആലോചിക്കണം. എൻ്റെ പൊന്ന് ചാറേ, കുമള വിട്ട് കളിക്കുന്നുണ്ടല്ലോ ചേച്ചി ഇത്താത്തോടെ ബീച്ചിലൊക്കെ ഇരുന്ന്. അപ്പോഴെങ്കിലും ഒന്ന് പൊക്കൂടെ? എന്നിട്ട് ആ കുമള വിട്ട് കളിക്കുന്നതൊക്കെ മറ്റേ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോഴെങ്കിലും ഒന്ന് പോയി പിടിക്കാൻ വയ്യേ? വർഷങ്ങളായില്ലേ? 2025 കിട്ടിയതല്ലേ ഇതിനെ പൊക്കിക്കൊണ്ട് വരാനുള്ള വാറന്റ്. എന്നിട്ട് എന്താ പൊക്കാൻ പറ്റാത്തെ? പൊങ്ങുന്നില്ലായോ? പോകുന്നതിന് ഈ അടുത്ത് ദുബായിക്ക് പോകുന്നതിന് മുമ്പ് പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരാധിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു തെളിവും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പോഴെങ്കിലും ഒന്ന് പോയി പിടിക്കാറുന്നല്ലോ. പറ്റത്തില്ല. എന്താ പറ്റാത്തേ? ഇത്താത്തൂന് വലിയ പിടിപാടുണ്ടോ? ഇത്താത്തൂന് അവിടെ ഇവിടെയൊക്കെ പിടിപാടുണ്ടോ? അതുകൊണ്ടാണോ? ഈ പാവങ്ങൾക്ക് പിടിപാടില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ എതിരെ എന്തെങ്കിലും വാറണ്ട് വന്നാൽ അപ്പോഴേ അങ്ങ് പൊക്കിക്കൊണ്ട് പോകാം അല്ലേ? ജനാധിപത്യം ആലോചിക്കണം നിങ്ങൾ. ജനാധിപത്യ രാഷ്ട്രം പുച്ഛിച്ച് തുപ്പാൻ തോന്നുന്നു. സീരിയസ്ലി, ഇവളുമാരെ പോലുള്ള ഇത്താത്തുമാരൊക്കെ ഇവിടെ കിടന്ന് ഈ അറാമ്പറപ്പും കാണിച്ചിട്ട് ദുബായി പോയി ഒളിച്ചിരിക്കുക. എന്നാലും നമ്മുടെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ തൂക്കിയെടുത്ത് കൊല്ലാനൊക്കെയാണ് ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടം. ഇതിനൊക്കെ എതിരെ വാറന്റ് വന്നിട്ട് പോലും പിടിക്കാൻ പോലും വയ്യടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് മാക്സിമം ഈ ഒരു വിഷയം 2 ദിവസം കൊണ്ട് നിന്ന് പോരുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇതിന്റെ അപ്ഡേറ്റ്സ്, അതായത് വാറണ്ട് ഉള്ളതാ, മനസ്സിലായില്ലേ? ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ വരുത്തിക്കണം, അറസ്റ്റ് ചെയ്യണം, ഒരു ദിവസം ഇതകത്ത് കിടക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ, ഒരു ദിവസമെങ്കിലും വേണ്ടേ? അത്രയ്ക്കും ഈ സ്ത്രീ കിടന്നുകൊണ്ട് അങ്ങോട്ട് ആടുന്നുണ്ട് സ്ത്രീകളെ. എന്നിട്ട് ഇവരാടുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഗത്തെ തെറ്റുകൾ പലരും ചൂണ്ടിക്കാണിച്ചു, പല പരാമർശങ്ങളും ഇവർക്കെതിരെ വന്നു. അതിനൊന്നും ഒരു മറുപടി ഈ സ്ത്രീ കൊടുക്കുന്നില്ല. ഇവരപ്പോഴും പറയുന്നത് എന്താ? ഈ പോസ്റ്റിൽ, ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്റിൽ അവർ എഴുതിയിട്ടേക്കുന്ന പോലെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളോട് ഇങ്ങനെ. എങ്ങനെ? ഇവിടെ സ്ത്രീകൾക്കേ ഉള്ളൂ മുൻഗണന, മനസ്സിലായോ? സ്ത്രീകൾക്കേ ഉള്ളൂ. എന്തിനധികം പറയണം? ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു, ഒരു പ്രേമ പരിപാടി, ഒരു പയ്യനും പെങ്കൊച്ചും പ്രേമിച്ചിട്ട് ആ പെങ്കൊച്ച് ജീവൻ കളഞ്ഞു, മനസ്സിലായില്ലേ? അവനൊന്നും ചെയ്തിട്ടില്ല, അവന് റിലേഷൻ വേണ്ടെന്നും പറഞ്ഞ് അവൻ പോയതാ. ആ കൊച്ച് ജീവനെടുത്ത് സ്വന്തം ജീവൻ കളഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഫസ്റ്റ് പോക്കുന്ന അവനെയാ. എന്തിന്? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിന്? അവൻ എന്തെങ്കിലും ചെയ്ത് അവൻ മറ്റേ കഴുത്തെ അങ്ങനെ വല്ലതും ആണോ? അല്ല, പിന്നെന്തിന്? ഇത് നേരെ തിരിച്ചാണെങ്കിലോ ആ പെൺകുട്ടി ബ്രേക്കപ്പ് പറഞ്ഞു, ഇവൻ പോയി സ്വയം ജീവൻ ഒടുക്കി. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവോ അപ്പുറം നിൽക്കുന്ന ആളെ? ഇല്ല. എന്നിട്ടാണ് സ്ത്രീകൾക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല, സ്ത്രീകൾക്കേ കിട്ടുന്നുള്ളൂ. നമുക്കൊക്കെ പട്ടി വിലയാ ഇവിടെ, നമ്മുടെ ഒന്നും വാക്കിന് ഒരു വിലയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കൂ, എത്ര ദിവസം അയാൾ കിടന്നകത്ത്, എന്നിട്ട് ഇപ്പൊ എന്തായി? നമുക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല, ഇല്ലാതെ ആക്കി ഇവളുമാരെ, ഈ താത്തൂനെ പോലുള്ള ചില ഐറ്റങ്ങൾ. എന്നിട്ട് അവസാനം എഴുതി വെക്കുന്നത് സ്ത്രീകൾക്ക് ഇവിടെ യാതൊരു വിലയില്ല. നാണമുണ്ടോ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങ് വാ, അങ്ങ് ദുബായിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് വാ, അവിടെ നിന്ന് എഴുതിയിടാതെ നീ ഇവിടെ വാ. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.